ഹലോ, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇന്ന് HSST ഓൾ സബ്ജക്ട്സിന് വേണ്ടിയിട്ടുള്ള പാർട്ട് 4 സോഷ്യൽ വെൽഫെയർ റെഗുലേഷൻസ് ആണ്. അപ്പോൾ അതിലെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ വെൽഫെയർ റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റായിട്ട് വരുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 വന്നത്. ഇറ്റ് എംപവേഴ്സ് സിറ്റിസൺസ് ടു സീക്ക് ഇൻഫർമേഷൻ ഫ്രം പബ്ലിക് അതോറിറ്റീസ് ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഗവേണൻസ്. അപ്പം നമുക്ക് പബ്ലിക് അതോറിറ്റീസിൽ നിന്ന് ഇൻഫർമേഷൻ സീക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആക്റ്റാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇറ്റ് മാൻഡേറ്റ്സ് അപ്പോയിൻമെൻറ്റ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ PIOs ഫോർ ആൻഡ് 30-day ടൈം ലിമിറ്റ് ഫോർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റിനുള്ള ഉത്തരങ്ങൾ 30 ദിവസത്തിനകം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സ്. ഇറ്റ് സ്ട്രെങ്തൻസ് ഡെമോക്രസി ബൈ റെഡ്യൂസിങ് കറപ്ഷൻ. അപ്പോൾ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യാനും കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാനുമാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എൻഷ്യൂർ ട്രാൻസ്പെറൻസി ഇൻ അഡ്മിനിസ്ട്രേഷൻ, പ്രൊമോട്ട് അക്കൗണ്ടബിലിറ്റി ഓഫ് പബ്ലിക് അതോറിറ്റീസ് ആൻഡ് എംപവറിംഗ് സിറ്റിസൺസ്. അപ്പോൾ ഇതാണ് ഫസ്റ്റായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ റെഗുലേഷൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കും. 2005 വന്നത്. ഇത് പബ്ലിക് അതോറിറ്റീസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ സീക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇതിനകത്ത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ 30 ദിവസത്തിനകം നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇത് നമ്മുടെ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാനും കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. First question, Right to Information Act was enacted in 2002, 2005, 2009, 2013. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എപ്പോഴാണ് വന്നതെന്നാണ് ചോദ്യം. 2005 നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. അപ്പോൾ ആൻസർ 2005 ആണ്. RTI ആക്ട് came into force in 2005 to promote transparency. അപ്പോൾ നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ RTI എന്നും വിളിക്കുന്നുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻഫർമേഷൻ അണ്ടർ RTI മസ്റ്റ് ജനറലി ബി പ്രൊവൈഡഡ് വിത്തിൻ 15 days, 30 days, 45 days, 60 days. അപ്പോൾ എത്ര ദിവസത്തിനകത്ത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം? 15 ദിവസം, 30, 45, 60 എന്ന ചോദ്യം. അപ്പം ആൻസർ എന്ന് പറഞ്ഞാൽ 30 days. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ആക്ട് പ്രിസ്ക്രൈബ്സ് 30 days ആസ് നോർമൽ ലിമിറ്റ്. നോർമൽ ടൈം ലിമിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 30 days ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് എക്സംപ്റ്റഡ് അണ്ടർ RTI? ക്യാബിനറ്റ് പേപ്പേഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ, ഓൾ ഓഫ് ദ എബവ്. അപ്പോൾ ഏതൊക്കെ ഇൻഫർമേഷനാണ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്? RTI കൊടുത്താൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാത്ത ഇൻഫർമേഷൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ക്യാബിനറ്റ് പേപ്പേഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ, ഓൾ ഓഫ് ദ എബവ്. അപ്പം ക്വസ്റ്റ്യൻ 3യുടെ ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ്. അതായത് നാഷണൽ സെക്യൂരിറ്റി, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും RTI ആക്ടിനകത്ത് വരത്തില്ല. നാഷണൽ സെക്യൂരിറ്റി, അതുപോലെ ക്യാബിനറ്റ് പേപ്പേഴ്സ്, ഇതൊന്നും വരില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാലോ ആൻസർ D, ഓൾ ഓഫ് ദ എബവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ അലോൺ, പ്രസിഡന്റ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് കമ്മിറ്റി, സുപ്രീം കോർട്ട്, പാർലമെൻറ്റ്. അപ്പോൾ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറിനെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? പ്രൈം മിനിസ്റ്റർ ആണോ, പ്രസിഡന്റ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ദ കമ്മിറ്റി ആണോ, സുപ്രീം കോർട്ടാണോ, പാർലമെൻ്റ് ആണോ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് B ആണ്, അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ബേസ്ഡ് ഓൺ എ സെലക്ഷൻ കമ്മിറ്റി. അപ്പം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് പ്രസിഡൻ്റ് ആണ്. ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RTI ആക്ട് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ, ഒൺലി സെൻട്രൽ ഗവൺമെൻറ്, ഹോൾ ഓഫ് ഇന്ത്യ, ഒൺലി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. RTI ആക്ട് ഏതുവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ആണോ, സെൻട്രൽ ഗവൺമെൻറ് മാത്രമാണോ, ഹോൾ ഓഫ് ഇന്ത്യ, ഒൺലി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്? സോ ആൻസർ എന്ന് പറയുന്നത് ഹോൾ ഓഫ് ഇന്ത്യയാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചസ് ഒക്കെ വരുത്തിയ ശേഷം RTI ആക്ട് നൗ അപ്ലൈസ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. Next question, information relating to life and liberty must be provided within 48 hours, 7 days, 15 days, 30 days. അപ്പം ലൈഫ് ആൻഡ് പ്രോപ്പർട്ടിക്കുള്ള ഇൻഫർമേഷൻ, ലിബർട്ടി, ലൈഫിനുള്ള ത്രെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഫർമേഷൻ എങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡ് വിതിൻ. അത് വേറൊരു
പിന്നെ ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ അത് എത്ര ദിവസത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ 48 hours ആണ്. അർജൻറ്റ് മാറ്റേഴ്സ് ഇൻവോൾവിംഗ് ലൈഫ് ആൻഡ് ലിബർട്ടി ഇൻഫർമേഷൻ ഹാസ് ടു ബി ഗിവൺ വിതിൻ 48 hours. Next question, the maximum penalty imposed on a PIO for denying information is 10,000, 15,000, 25,000, 50,000. പെനാൾട്ടി എത്ര കൊടുക്കുക, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എത്ര പെനാൾട്ടി ആണ് ചോദ്യം. 25,000 ആണ്. ആക്ട് പ്രിസ്ക്രൈബ്സ് എ മാക്സിമം ഓഫ് ₹25,000. അപ്പം നിങ്ങൾ കൊടുത്ത ക്വസ്റ്റിനുള്ള ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 25,000 rupees അവർക്ക് ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും. Okay, next question. Appeal against RTA decision lies with the Supreme Court, Parliament, Information Commission, President. ഇപ്പം ഇതിന് ഒരു അപ്പീൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്? സുപ്രീം കോർട്ട്, പാർലമെൻറ്റ്, ഇൻഫർമേഷൻ കമ്മീഷൻ, പ്രസിഡൻറ്റ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്. അപ്പീൽസ് ആർ മെയ്ഡ് ടു സെൻട്രൽ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. ഇൻഫർമേഷൻ കമ്മീഷനിലാണ് നമ്മൾ അപ്പീൽ എഗെയിൻസ്റ്റ് ഡിസിഷൻ RTA ഡിസിഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് സി. അപ്പീൽസ് ആർ മെയ്ഡ് ടു ദ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഫീസർ ഡെസിഗ്നേറ്റഡ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ RTA ഈസ്. ആരാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഡിസ്ട്രിക്ട് കളക്ടർ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ചീഫ് സെക്രട്ടറി, ലോക്പാൽ. ആരാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഡിസ്ട്രിക്ട് കളക്ടർ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ചീഫ് സെക്രട്ടറി, ലോക്പാൽ. അപ്പോൾ ആൻസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, എവരി പബ്ലിക് അതോറിറ്റി അപ്പോയിൻറ്റ്സ് എ PIO. Next question, under RTI, information can be sought from private companies only, public authorities, courts only, NGOs only. എവിടെ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ സോർട്ട് ചെയ്യാൻ പറ്റുന്നത്? പ്രൈവറ്റ് കമ്പനീസ് ആണോ, പബ്ലിക് അതോറിറ്റീസ് ആണോ, കോർട്ടാണോ, NGO only? സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. പബ്ലിക് അതോറിറ്റീസിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ സീക്ക് ചെയ്യാം. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് സീക്ക് ചെയ്യാൻ പറ്റില്ല. RTA അപ്ലൈസ് ടു പബ്ലിക് അതോറിറ്റീസ് ഫണ്ടഡ് ഓർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ പബ്ലിക് അതോറിറ്റീസിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ സീക്ക് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി RTA ആക്ട് ഈസ് ടു ഇൻക്രീസ് ഗവൺമെൻറ് സീക്രസി, പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, കൺട്രോൾ മീഡിയ, റെഗുലേറ്റ് ഇലക്ഷൻസ്. RTA ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻക്രീസ് ഗവൺമെൻറ് സീക്രസി, പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, കൺട്രോൾ മീഡിയ, റെഗുലേറ്റ് ഇലക്ഷൻസ്. ഏതാണ്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. പി എന്ന് പറയുന്നത് പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. സോ RTA പ്രൊവൈഡ്സ് ഓപ്പൺനെസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ട്രാൻസ്പെറൻസി പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് RTA ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഇതിൽ ദിവസവും കൂടെ ചോദിച്ചിട്ടുണ്ട്. 15th August 2005, 2nd October 2005, 12th October 2005, 26th January 2006. 2005 ആണെന്ന് നമുക്കറിയാം ഏത് ദിവസം എന്നുള്ളതാണ്. ആൻസർ എന്ന് പറഞ്ഞാൽ 12th October ആണ്. എല്ലാവരും ഓർത്തിരിക്കണം, 12th October 2005. RTA became operational on 12th October 2005. അപ്പോൾ സോഷ്യൽ വെൽഫെയർ റെഗുലേഷൻസിൽ ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്ന RTA ആണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള മൊത്തം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കുമല്ലോ. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. സോ ഈ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഫ്രം പാർട്ട് 3, പാർട്ട് 4 എല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബി ഹാപ്പി. താങ്ക് യു ഓൾ.